ഹർത്താൽ പ്രഖ്യാപിച്ചും കരിങ്കൊടി കാണിച്ചും ഭീഷണി മുഴക്കിയും തെറി മുദ്രാവാക്യം വിളിച്ചും തളർത്താൻ നോക്കിയിട്ടും ഒന്നും ഏറ്റില്ല. പരിപാടിക്ക് ചെന്ന് കയറി സർക്കാരിനും മണിക്കുമിട്ടും മറുപടിയും കൊടുത്താണ് ഗവർണറിന്റെ മടക്കം. 35-ാം വയസ്സിൽ തോന്നാത്ത ഭയം 72-ാം വയസ്സിൽ ഉണ്ടാകുമോ? 5 തവണ തനിക്ക് നേരെ വധശ്രമം ഉണ്ടായിട്ടുണ്ടെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. സംസ്ഥാന സർക്കാരിനുള്ള മറുപടിയായാണ് തൊടുപുഴയിൽ ഗവർണറുടെ ഈ പ്രഖ്യാപനം. ആയുർദൈർഘ്യത്തിന്റെ ദേശീയ ശരാശരി പിന്നിട്ട് കഴിഞ്ഞു. അധികമായി കിട്ടിയ സമയത്താണ് ജീവിക്കുന്നതെന്നാണ് ഇപ്പോൾ ഭീഷണി ഉണ്ടോ എന്ന ചോദ്യത്തോട് പറയാനുള്ളത്. 1990-ൽ നടന്ന ഒരു വധശ്രമത്തിൽ തലയ്ക്ക് ഇരുമ്പ് ദണ്ട് കൊണ്ടുള്ള അടിവരയേറ്റതാണ്. 1985, 86, 87 കാലഘട്ടത്തിലായിരുന്നു ശരിക്കുമുള്ള ഭീഷണി നേരിട്ടതെന്നും ആരിഫ് ഖാൻ പറഞ്ഞു. 35-ാം വയസ്സിൽ കേന്ദ്ര മന്ത്രിസഭയിൽ നിന്നും രാജിവെച്ചയാളാണ് താനെന്നും പറഞ്ഞു. ഗവർണർ തൊടുപുഴയിലെത്തിയ സാഹചര്യത്തിൽ ഇടത് യുവജന സംഘടനകൾ വലിയ പ്രതിഷേധവുമായി എത്തിയിരുന്നു. പ്രതിഷേധക്കാർക്കെല്ലാമുള്ള മറുപടിയാണ് ഗവർണർ കൊടുത്തത്. ഭൂനിയമ ഭേദഗതി ബില്ലിൽ 3 തവണ സർക്കാരിനോട് വിശദീകരണം തേടി കത്തയച്ചിട്ടും മറുപടി ലഭിച്ചില്ലെന്നും ചിലർ സമ്മർദ്ദം ചെലുത്തി കാര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുകയാണെന്നും താൻ റബ്ബർ സ്റ്റാമ്പ് അല്ല എന്നും ഗവർണർ പറഞ്ഞു. ഗവർണറുടെ നടപടിയോടുള്ള പ്രതിഷേധം ഹർത്താൽ പ്രഖ്യാപിച്ചാണ് ഇടതുമുന്നണി പ്രകടിപ്പിച്ചത്. ഹർത്താലിൽ കടകമ്പോളങ്ങളെല്ലാം അടഞ്ഞുകിടന്നു. സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത്. ഹർത്താൽ പൂർണ്ണമായിരുന്നു. ആലുവ ഗസ്റ്റ് ഹൌസിൽ നിന്നും 11 മണിയോടെ തൊടുപുഴയിലെത്തിയ ഗവർണർക്കെതിരെ SFI, DYFI, യൂത്ത് ഫ്രണ്ട് പ്രവർത്തകർ പ്രതിഷേധ ബാനറും കരിങ്കൊടിയും വീശി. ജില്ലാ അതിർത്തി മുതൽ വിവിധയിടങ്ങളിൽ പ്രതിഷേധമുണ്ടായിരുന്നു. ഹർത്താലിനിടെ ചടങ്ങിനെത്തിയ ഗവർണറുടേത് ധീരമായ നടപടിയെന്ന് പറഞ്ഞാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ സ്വീകരിച്ചത്. മലയാളത്തിൽ സംസാരിച്ചുകൊണ്ടാണ് ഗവർണർ പ്രസംഗം ആരംഭിച്ചത്. വ്യാപാരികളുടെ ജീവകാരുണ്യ പ്രവർത്തനം മാതൃകാപരമാണെന്ന് ഗവർണർ പറഞ്ഞു. വ്യാപാരികളെയും വ്യവസായികളെയും സഹായിക്കാൻ കേന്ദ്ര സർക്കാർ പല പദ്ധതികളും നടപ്പാക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികൾ വ്യാപാരികൾക്ക് സഹായകമെന്ന് കരുതുകയാണ്. ലാഭം ഉണ്ടാക്കുന്നത് മാത്രമല്ല, ജീവകാരുണ്യവും ഉത്തരവാദിത്വമാണെന്ന് വ്യാപാരികളുടെ നിലപാട് മാതൃകാപരം. എത്ര അധികാരമുണ്ടെങ്കിലും നിയമം അതിനു മുകളിലാണ്. ജനങ്ങൾ തിരഞ്ഞെടുത്ത ആളുകളാണെങ്കിലും നിയമം ലംഘിക്കാൻ അധികാരമില്ല. ഡൽഹിയിലേക്കുള്ള യാത്രയിൽ ചില മലയാളി വിദ്യാർത്ഥികളെ കണ്ടു. കേരളത്തിലെ വിദ്യാർത്ഥികൾ മികച്ച നിലവാരമുള്ളവരാണ്. 4 വർഷത്തെ കോഴ്സ് പൂർത്തിയാക്കാൻ 5.5 വർഷമെങ്കിലും എടുക്കുമെന്നാണ്. കേരളം വിട്ട് ഡൽഹിയിലേക്ക് വന്നതെന്തിനാണെന്ന ചോദ്യത്തിന് വിദ്യാർത്ഥികൾ മറുപടി നൽകിയതെന്നും ഗവർണർ പറഞ്ഞു. രാഷ്ട്രീയ സംഘടനകൾ ഹർത്താലും മറ്റും പ്രഖ്യാപിക്കുകയാണ്. കേരളത്തിലെ എല്ലാ സർവകലാശാലകളിലും ഇത്തരക്കാരെ കാണാം. ഹർത്താൽ പ്രഖ്യാപിച്ചതിന്റെ കാരണം അറിയില്ല. താൻ റബ്ബർ സ്റ്റാമ്പ് അല്ലെന്നും കേരളത്തിലെ ജനങ്ങളുടെ താൽപര്യം സംരക്ഷിക്കുക കൂടിയാണ് തന്റെ കടമയെന്നും ഗവർണർ പറഞ്ഞു.